ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ്, തൈര് വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിംഗ് ആണ്. നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. തൈരും കണ്ടൻസ്ഡ് മിൽക്കും, അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡും, അത്രേ വേണ്ടൂ. ബാക്കി ഫ്ലേവറിംഗ് ആണ്. ജാതിക്കയും പാലും, വളരെ കുറച്ച് 1 ടീസ്പൂണോളം വരുന്ന പാലും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പുഡിംഗ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, തണുപ്പിച്ചിട്ട് വെച്ച് കഴിക്കുന്നതാണ് പുഡിംഗ് ടേസ്റ്റ് ഉണ്ടാവുക. അവിടെ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം മാത്രം, ഒന്ന് സെറ്റായ ശേഷം മാത്രം എടുത്ത് കഴിക്കുക. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം അവസാനം വരെ കാണും. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ടെക്സ്ചർ എന്നുള്ളതൊക്കെ. അപ്പോൾ ലാസ്റ്റ് വരെയും കാണണം. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഒരു പുഡിംഗ് ആണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ നമുക്ക് തൈര് കൊണ്ടുള്ള പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റീമർ ചൂടാക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റീമറുണ്ട്, അതുകൊണ്ടാണ് സ്റ്റീമറിൽ ഞാൻ ആവി കയറ്റി എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഉള്ളിൽ ഒരു പാത്രം ഇറക്കി വെക്കുന്ന പോലെ ആവി കയറ്റി എടുത്താൽ മതി. ഓക്കെ. ഇഡ്ഡലി കുക്കറിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല കറക്റ്റാവോ ഇല്ലയോ എന്നുള്ളത്. ഇതെല്ലാം നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പം എന്തായാലും ഞാൻ സ്റ്റീമറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം ആദ്യം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, വച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മസാല റൈസാണ്. ഇപ്പോൾ ബാക്കിയുണ്ട്, അത് തന്നെയാണ് ഇപ്പം ഞാൻ രാത്രിയും കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റെസിപ്പി ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൈസാട്ടോ. അപ്പം നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു മസാല റൈസാണ്. ഏകദേശം നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ വരും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഒരു ദിവസം ഞാൻ റെസിപ്പി തീർച്ചയായിട്ടും ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൈര് പുഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിലാണ് ഞാൻ പുഡിങ് ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ആവി കയറ്റുന്നത് ആ പാത്രം നമ്മൾ നന്നായിട്ട് നെയ്യ് തേച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തൈര് പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലോട്ട് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരാലിയുടെ നല്ല കട്ടിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ. ഏകദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ കൂടെ വയ്ക്കാം. ഇപ്പോൾ വെള്ളവും ആ കട്ടിയുള്ള പോർഷനും വേറെ കിട്ടും, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി കട്ടിയുള്ള തൈരാണ്, അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വേണം. 1/4 കപ്പ് ഞാനിവിടെ നിന്ന്, 1/4 കപ്പല്ല, സോറി, അരക്കപ്പ് തൈര് ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ അരക്കപ്പാണ് കേട്ടോ, തെറ്റിപ്പോയി, 1/4 കപ്പല്ല, അരക്കപ്പ്. നമുക്ക് ഇനി വേണ്ടത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതിൽ ഇനി പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണ്ട. ഒന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം മതിയോ എന്നുള്ളത്. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് മതി മധുരം. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ജാതിക്ക. ഇതാണ് ജാതിക്ക. അപ്പോൾ ജാതിക്ക ഒന്ന് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട്
ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സുഖമായി ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങി, ഞാനൊന്ന് താഴ്ത്തി വെക്കട്ടെ. അപ്പം ജാതിക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ജാതിക്കയും കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമുക്കിതിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ വരണം, അതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് ഇത്രയും ഉണ്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് അതിൽ ആ ഫ്ലേവർ വരുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പാത്രം, നമ്മൾ നെയ്യ് തേച്ച് വെച്ച പാത്രം, അതിൻ്റെ അടിയിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അടിയത്തെ എനിക്ക് തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ അടിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് കാഷ്യൂ നട്ട് കാണാൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനം ഒഴിച്ച് കൊടുക്കുകയാണ് ഈ പ്ലേറ്റിലോട്ട്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ആവി കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് ചിലപ്പോൾ ആവി കയറ്റുമ്പോൾ അതിൻ്റെ വെള്ളം ചിലപ്പോൾ ഇതിലേക്ക് തന്നെ വീഴാൻ സാധ്യത. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടപ്പ് ഒന്നല്ലെങ്കിൽ ഇത് ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ അടപ്പ് ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. അതായത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് തന്നെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റാൻ വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ് അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ആവി കയറ്റാൻ വയ്ക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതാണ്. അതാ ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇനി ഇത് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് ആവി കയറ്റാം. ആവി കയറ്റി ഒരു നല്ല കട്ടിയായിട്ട് വരുമ്പോൾ നമുക്കത് വാങ്ങി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം നന്നായി വെന്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇടയിൽ വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് നമുക്ക് വീണ്ടും ആ കാഷ്യൂ നട്ട് അതിൽ കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഓരോ പീസ് കഴിക്കുമ്പോഴും ആ കാഷ്യൂ നട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ അതും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ തൈര് കൊണ്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 20 മിനിറ്റ് ആവി കയറ്റിയെടുത്തു. എന്നിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഫോയിലൊക്കെ മാറ്റി ചൂടാറാൻ വെച്ചു. ഒന്ന് റൂം ടെമ്പറേച്ചറിലായ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ ഇരുന്നു. അപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. ഞാൻ മേലെയും കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ കണ്ടോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നെയ്യാണ് ഉരുക്കി മേലെ വെള്ളം പോലെ കാണുന്നത്. അപ്പം നമ്മൾ പാത്രത്തിൽ തേച്ച് കൊടുത്ത നെയ്യ്. അപ്പം ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. വരണം, നമ്മൾ നെയ്യൊക്കെ തേച്ച് കൊടുത്തതല്ലേ, അപ്പോൾ എന്തായാലും വരും. ഇതാ നമ്മുടെ പുഡിംഗ് ഡീമോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടാണ് അത് സെർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഉള്ളിലൊക്കെ കുറച്ച് കാഷ്യൂ നട്ട് ഉണ്ട്. കുറച്ച് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി സൈഡിൽ വെച്ച് കൊടുത്തു. കേട്ടോ, നല്ല സ്പോഞ്ചി പുഡിംഗ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പുഡിംഗാണ്. ആ തൈരിൻ്റെ ടേസ്റ്റ് എന്തായാലും വരും. നമ്മൾ ജാതിക്ക ചേർത്തോണ്ട് ജാതിക്കയുടെ ഫ്ലേവർ നല്ലോണം വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ കട്ടിയാവണ വരെ നമ്മൾ ആവി കയറ്റി എടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ പിന്നെ കാണാം കേട്ടോ.